സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പരാധീനതകളുടെ തുരുത്തിൽ വ്യാകുലതകളുമായി കുറച്ചു മനുഷ്യജീവിതങ്ങൾ. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് മലേശമംഗലം 8-ാം വാർഡ് തെക്കേ പുത്തന്മാരി നിവാസികളാണ് ദുരിതത്തിന്റെ തുരുത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. വഴിവിളക്കില്ല, റോഡില്ല, വെള്ളമില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവർ നിരത്തുന്നുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ രാത്രിയിൽ പന്നികൾ കൂട്ടമായി എത്തി ശല്യം ചെയ്യുന്നതായും ഇവർക്ക് പരാതിയുണ്ട്. റോഡില്ലാത്തത് മൂലം അസുഖം വന്നു കഴിഞ്ഞാൽ രോഗിയെ കസേരയിൽ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ്. ഇവർ താമസിക്കുന്നതിന്റെ മുൻവശത്തെ വയലിന് സമീപം വരെ റോഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടും റോഡിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി മാറി മാറി വരുന്ന തിരുവല്ലോമല പഞ്ചായത്ത് ഭരണസമിതികൾക്ക് തെക്കേ പുത്തന്മാരിയിൽ താമസിക്കുന്നവരുടെ ദുരിതപൂർണമായ ജീവിതം അറിയിക്കാറുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെയുള്ളവർ പറയുന്നു. ഇവിടുത്തെ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാരോടാണ് നമ്മൾ പറയാറ്, പഞ്ചായത്ത് ഭരണസമിതിയോടാണ്. അതിപ്പോ 2-3 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ മാറി മാറി വരുന്നുണ്ട്. എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഭരണത്തിൽ വന്നവരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരും ആരും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഇല്ലാത്തതിനാൽ പലരും ഇവിടെ നിന്നും താമസം മാറിയിട്ടുണ്ട്. സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് ആശ്രയ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആരും താമസിക്കുന്നുമില്ല. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം, വെളിച്ചം, റോഡ് സൗകര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കാത്തതിനാൽ ഇവിടെ താമസിക്കുന്നവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കാം എന്ന് അധികൃതർ അറിയിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ആരും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാം എന്ന വാഗ്ദാനം മാത്രം. സ്ഥലം തീർച്ചയായിട്ടും വിട്ടു കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഓഫീസിൽ പരിശോധിച്ചറിയാം. ഈ ഇതിന്റെ വീടുകളിലേക്ക് എത്താവുന്ന രീതിയിൽ 5-6 മീറ്റർ ഇപ്പോഴും വീതിയിൽ ഉള്ള സ്ഥലം പഞ്ചായത്തിന് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, സ്റ്റാമ്പ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് തൊഴിലുറപ്പിന്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. അത് കൊടുത്തിട്ട് 5-6 കൊല്ലം കഴിഞ്ഞു. ഉടനെ പണി തുടങ്ങാൻ നിങ്ങളത് കൊടുക്കണം എന്ന് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. ആ മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ആ പേപ്പർ അവിടെ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഈ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നെൽപ്പാടത്തിന് പകുതിയിൽ റോഡ് പണി അവസാനിപ്പിച്ച കേരളത്തിലെ ഏക പ്രദേശം ഇവിടെയാണെന്ന ആക്ഷേപവും പ്രദേശവാസികൾ ഉന്നയിച്ചു. ഒരു റോഡ് പാടത്തിന്റെ നടുക്ക് അവസാനിപ്പിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നാനില്ല. നിലവിൽ ഇപ്പോൾ ആ റോഡ് നിങ്ങൾ ഈ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ കാണാം, അത് പാടത്തിന്റെ ഒത്ത നടുക്കാണ് ആ റോഡ് അവസാനിപ്പിക്കുന്നത്. മഴവെള്ളം വന്നാൽ അപ്പുറത്തെത്തുവാൻ യാതൊരു വഴിയുമില്ലാത്ത സ്ഥിതിയാണ്. തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് പ്രദേശവാസികളായ നാരായണൻ, രാധാകൃഷ്ണൻ, സുമതി എന്നിവർ CCVയോട് പങ്കുവച്ചു. അപ്പൊ ഞങ്ങക്ക് ദയവ് ചെയ്ത് ഞങ്ങക്ക് വെള്ളം വേണം. അതേപോലെ ഒന്ന് മെയിൻ പറയാനുള്ളത് എന്താ അറിയോ, ഒരു വഴിവിളക്കില്ല ഞങ്ങൾക്ക്. അത് പറയാം, ഒരു കാട് പ്രദേശമാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പന്നിയായിട്ടും ഇഷ്ടം പോലെ ശല്യമുള്ള സ്ഥലമാണ്. ഒരു വഴിവിളക്ക് ഞങ്ങൾ മുകളിൽ വന്നിട്ടും പോസ്റ്റ് ഇല്ല അതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വഴിവിളക്ക് പോലും കിട്ടിയിട്ടില്ല. മെയിൻ കാര്യം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല. അതുകൊണ്ട് റോഡ് വേണം. വയസ്സായ ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉണ്ട്, അസുഖം വന്നിട്ട് ഓരോന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരായിട്ട് ഒക്കെ എന്താ പറയുക, കസേരയിലൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളം വന്ന് അതിൽ വരാനേ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മെമ്പർമാരോടും പഞ്ചായത്തിലാണെങ്കിലും ആരോടാണെങ്കിലും ഞങ്ങൾക്കൊരു വഴിയും ഉള്ള സൗകര്യം ചെയ്തു തരാൻ പറയാം. താമസക്കാരനാണ് ഞാൻ. ഇവിടെ ഒരു 10-14 വർഷമായിട്ട് താമസിക്കുന്നു. ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. അവർ നമ്മൾ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇവിടേക്ക് റോഡ് പോലെ സാധനമില്ല, വഴിവിളക്കില്ല, ഒന്നുമില്ല, വെള്ളമില്ല. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചായി ബോറയിൽ അടിച്ചിട്ട്. അപ്പം അതുകൊണ്ട് വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ താമസിക്കുന്നു. കുറച്ച് നാളോട് താമസം ഉണ്ടായിരുന്നില്ല, റോഡും വെള്ളമൊന്നും ഇല്ലാത്തത്. നിസ്സംഗത ഒഴിവാക്കി വർഷങ്ങളായുള്ള തങ്ങളുടെ പരാതികൾ തീർപ്പാക്കി ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളായ ഏവരുടെയും അഭ്യർത്ഥന. CCV ന്യൂസ്, തിരുവല്ലോമല.